IIT മദ്രാസ് എന്നൊരു സ്വപ്നം കണ്ടിട്ടാണ് തുടങ്ങിയത്. ഗവൺമെന്റ് HSS കരുവാരക്കുണ്ടിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഹനാന്. നമ്മള് മെയ് 13 തിങ്കളാഴ്ചയാണ് ഇവനെ കൊണ്ടുവന്നത്. കറക്റ്റ് ഡേറ്റും ഓർമ്മ. ഇവിടുന്ന് TC ഒക്കെ വാങ്ങുന്ന ആ സമയത്ത് ഹനാന്റെ SLC ബുക്ക് അവൻ കാണിച്ചു തന്നു. 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ വാങ്ങിയ ഒരാളല്ല ഹനാൻ എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവൻ പഠിച്ച ട്യൂഷൻ സെന്ററിലൊക്കെ പുതിയ കുട്ടികൾ വരുമ്പോ ഹനാനെ ഉദാഹരണമാക്കി പറയും. അപ്പൊ ഓവർ കോൺഫിഡൻസ് വേണ്ട, അങ്ങനെ ഒരു അനുഭവം. അതിന് എക്സാമ്പിൾ ആണ് ഹനാൻ. അങ്ങനെ വല്ലാണ്ട് പരാതിയൊന്നും പറയുന്ന കൂട്ടത്തിലല്ല ഹനാൻ. പക്ഷെ റിസൾട്ട് വരുന്ന ദിവസമുള്ളത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ടെൻഷൻ എന്നാലും അല്ല. യൂണിവേഴ്സല് ഫുഡ് നല്ല ഫുഡാണ്. നോമ്പാണെങ്കിലും നമുക്ക് നല്ലൊരു സമാധാനം. ഇവൻ ഹോസ്റ്റലിലൊക്കെ വന്നിട്ടുണ്ട്. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അവൻ വരുമല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നിങ്ങൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമാണ് ഹനാൻ. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇത്തവണത്തെ JEE മെയിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിലെല്ലാം ടോപ്പറായിട്ടുള്ള ഹനാനും ഹനാന്റെ ഫാമിലിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഹനാൻ 2 വർഷം മുന്നേ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എഴുതി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കോളർഷിപ്പോടെ ജോയിൻ ചെയ്തു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കഴിഞ്ഞ ദിവസം JEE അഡ്വാൻസിന്റെ എക്സാം വളരെ മികച്ച രീതിയിൽ എഴുതി മികച്ച റാങ്കോട് കൂടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ JEE അഡ്വാൻസ് റാങ്ക് ലിസ്റ്റിലും ഹനാനെ നമ്മൾ എന്തായാലും കാണും. ഹനാന്റെ പാരന്റ്സും അതേപോലെ സിബ്ലിങ്ങും കൂടെ ഉണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസ്, ഹനാൻ എങ്ങനെയാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരുന്നത്, അതോടൊപ്പം തന്നെ 2 വർഷത്തെ അവര് എങ്ങനെയാണ് ഹനാനെ സപ്പോർട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഹനാന്റെ ഇപ്പോഴുള്ള ഒരു പെർഫോമൻസിൽ അവരുടെ ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഹനാന്റെ ഫാദർ ആണ് എന്റെ കൂടെ ഉള്ളത്, മൻസൂർ സാറ്. അതേപോലെ തന്നെ ഹനാന്റെ മദർ സുമയ്യ മാഡം, ഹനാന്റെ ബ്രദർ റിഫ്ദ് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. ഇവരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരാനുണ്ടായ ഒരു സാഹചര്യം പറഞ്ഞല്ലോ, അതൊന്ന് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഹായ്, നമസ്കാരം. ഞാൻ ഹനാന്റെ ഫാദറാണ്. 2024 മെയ്യിൽ ആണ് സത്യത്തിൽ അവനോട് കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു സന്ദർഭം, ആ കാലം ഇങ്ങനെ ഓർക്കുകയാണ്. സത്യത്തിൽ 9ാം ക്ലാസ്സിൽ 10ലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ സ്കൂളിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഹനാൻ. അപ്പൊ അവന്റെ ടീച്ചേഴ്സാണ് ഫസ്റ്റിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെന്ററിൽ തീർച്ചയായും നിങ്ങൾ IIT പോലുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ, എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു സങ്കല്പം, ഞങ്ങളെ എൻ്റെ വൈഫിൻ്റെ ഒക്കെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും അതിനൊരു എംഫസൈസ് അല്ലെങ്കിൽ അതിനൊരു ഒന്നും കൂടെ ഒരു ഇത് നൽകുന്നത് അവൻ്റെ ടീച്ചേഴ്സാണ്. യഥാർത്ഥം അവൻ്റെ 10ാം ക്ലാസ്സിലെ ടീച്ചർ റജീന ടീച്ചർ എന്ന പോലെ വേറെ 1-2 ടീച്ചേഴ്സൊക്കെ പറയും. നമ്മൾ തുടക്കത്തിൽ 10ാം ക്ലാസ് തുടക്കത്തിൽ അവനോട് പറയുന്നുണ്ട്, നമ്മളെയും വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കുട്ടിനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടാക്കണം. അവനെ IIT പോലുള്ള പിന്നെ ഇന്ത്യയിലെ ഒരു ഹൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രാക്ക് ചെയ്യാനുള്ള ടാലന്റ് ഉള്ള കുട്ടിയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നതും. അങ്ങനെയാണ് നമ്മൾ ഈ ടാലന്റ് എക്സാം, ഈ കോട്ടക്കൽ യൂണിവേഴ്സലിന്റെ ടാലന്റ് എക്സാമിനെ കുറിച്ച് അന്വേഷിക്കുന്നതും അങ്ങനെ ഈ എക്സാമിലൂടെ വന്നപ്പെടും. അങ്ങനെ എന്തായാലും അവന് തരക്കേടില്ലാത്തൊരു സ്കോളർഷിപ്പ് കിട്ടി. ആ സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റിൽ അവനെ നമ്മൾ 2024 മെയ്യിൽ ഒരുപാട് ആൻസൈറ്റികളും ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു. സത്യത്തില് എന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് തീരെ വിട്ടു നിൽക്കാത്ത കുട്ടി, വീട്ടിലൊരു പെറ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാള് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു ഹോസ്റ്റലിലേക്ക് പതിച്ച് നടപ്പെടുമ്പോ നമുക്കുണ്ടാകുന്ന, നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വൈഫിനും എനിക്കൊക്കെ ഉണ്ടാകുന്ന ആൻസൈറ്റി പോലെ കുട്ടി അവിടെ എങ്ങനെ അതിനെ ഉൾക്കൊള്ളും, അവിടെ എങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള വലിയൊരു ബേജാറുണ്ടായി. എന്തായാലും അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ആള് സത്യത്തിൽ ഈ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകും. അവിടുത്തെ ഒരു കാലം ശരിക്കും മുതലാക്കി എന്ന് പറയാം, യൂട്ടിലൈസ് ചെയ്തു പറയും. കാരണം അവൻ അതിനെ മാക്സിമം അതിനെ എക്സ്പ്ലോർ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള NIT അഡ്വാൻസിലും അതായത് JEE അഡ്വാൻസിൽ 2 ടേമിൽ അതുപോലെ ടീമിന്റെ റിസൾട്ട് വരുമ്പോഴും നമ്മൾ JEE അഡ്വാൻസിന്റെ പരീക്ഷ കഴിഞ്ഞ് നോക്കുകയാണ്. അവൻ തരക്കേടില്ലാത്ത രീതിയിൽ അവന് പെർഫോം ചെയ്തിട്ടുള്ളതാണ് അവൻ മനസ്സിലാകുന്നത് നമുക്ക്. അപ്പൊ അതിലും പിന്നെ കുഴപ്പമില്ലാത്ത രാജ്യത്തെ ഒരു പ്രമുഖ IIT ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ഒരു സീറ്റ് കിട്ടും എന്നുള്ളതിനാണ് നമ്മുടെ പ്രതീക്ഷ. ഇല്ല, തീർച്ചയായും
ഹനാനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു tier 1 IIT തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഹനാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഈവൻ ദോ ഫിസിക്സ് ഒക്കെ കുറച്ച് ടഫ് ആയിരുന്നെങ്കിലും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് എനിക്ക് എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് HSS കരുവാരക്കുണ്ടിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഹനാന്. സോ അവിടുത്തെ അധ്യാപകരാണ് ഹനാനെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ പറയുക അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആണ് ഹനാനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഗവൺമെന്റ് HSS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചൊരു സ്റ്റുഡന്റ് ആണ് ഹനാൻ. ഹനാന്റെ SSLC ബുക്ക് ഇന്ന് ഹനാൻ ഇവിടുന്ന് TC ഒക്കെ വാങ്ങുന്ന TC വാങ്ങിയ TCയുടെ സമയമായിട്ടില്ല. ഓക്കെ, ആ സമയത്ത് ഹനാന്റെ SSLC ബുക്ക് അവൻ കാണിച്ചു തന്നു. അപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ വാങ്ങിയ ഒരാളല്ല ഹനാൻ എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഹനാനെ പറ്റി നമുക്ക് തോന്നില്ല. കാരണം ക്ലാസ്സിലൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് മറുപടി പറയുന്ന, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. സോ ഫുൾ A+ എന്ന് പറയുന്നതൊന്നും IIT-കളോ അല്ലെങ്കിൽ MBBS നീറ്റ് ഒക്കെ ക്രാക്ക് ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊരു പ്രസക്തമായ ഒരു വിഷയമല്ല എന്നുള്ളതും കൂടെ അവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് ഉമ്മാരടുത്ത് ചോദിക്കാനുള്ള, ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയപ്പോഴുള്ള വിഷയം ഉപ്പ പറഞ്ഞു. ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഉണ്ടായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്താണ് നിങ്ങളൊരു എക്സ്പീരിയൻസ് ആ ഒരു സമയത്തുള്ള? നേരത്തെ പറഞ്ഞ പോലെ നമ്മള് May 13 തിങ്കളാഴ്ചയാണ് ഇവനെ കൊണ്ടുവന്നാക്കുന്നത്. കറക്റ്റ് ഡേറ്റും ഓർമ്മ. അപ്പൊ പിന്നെ ഞായർ വരെ ഒരു വിവരമില്ല നമുക്ക് ഇവനെ കുറിച്ചിട്ട്, വിളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് വന്ന് കാണാനും ഒന്നിനും പറ്റണില്ല. പക്ഷെ കൃത്യം ഞായറാഴ്ച 7 മണിക്ക് വിളിച്ചപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാണ്ട് പരാതിയൊന്നും പറയുന്ന കൂട്ടത്തിലല്ല. അഡ്ജസ്റ്റ് ചെയ്താണ് നിന്നോളൂ ഏത് സാഹചര്യത്തിൽ. ഹോസ്റ്റലില് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫുഡ് ആണെങ്കിലും ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, യൂണിവേഴ്സല് ഫുഡ് നല്ല ഫുഡാണ്. നോമ്പാണെങ്കിലും നമുക്ക് നല്ലൊരു സമാധാനമാണ്. കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോമ്പിനാണെങ്കിലും അതെ അതെ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യം ഒരു പ്രയാസമായി തോന്നിയിട്ടുണ്ടാവും. അത് തുടക്കത്തിൽ പ്രയാസം ഉണ്ടായി. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം. ഹനാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം എന്നും വിളിച്ചാലും ഹനാന്റെ ഒരു ട്രാക്കിൽ നിന്ന് ഹനാൻ മാറിക്കൊള്ളുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഒരു കോമൺ റൂൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോ വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണ് അവിടെ കല്യാണം ഉണ്ട്, ഇവിടെ മറ്റേ ഇതുണ്ട്, 2 വർഷത്തിൽ ഒരു ആബ്സെന്റ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അപ്പോ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു 2 വർഷം മുതലാക്കി എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. പൂർണ്ണ സംതൃപ്തരാണ്. ആണ് തീർച്ചയായും. ഈ സ്ഥാപനം കോട്ടക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് നമ്മളിപ്പോ പല ആളുകൾക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. 10th ക്ലാസ്സിലാണെങ്കിലും +2 ഒക്കെ യൂണിവേഴ്സിറ്റിയില് പോയിക്കോളൂ. ഇവൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അവൻ വരുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ചും കൂടെ കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനേജ്മെന്റ് സ്റ്റൈലിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. എന്തു പറയുന്നു? ഈ കാക്ക അവിടെ ബ്രദറോടെ നിന്നിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കാക്കാനെ കാണാൻ കൊണ്ടുവരാറുണ്ട്, മീറ്റിംഗിലൊക്കെ വരാറുണ്ട്, ഹോസ്റ്റലിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വന്ന് നിന്നോടിരുന്ന കാക്കാന്റെ കൂടെ. സമ്മതിക്കാത്തോണ്ടല്ലേ ഇവനിതേപോലെ മലയാള സെക്കൻഡിനാണ് A+ പോയത്. അത് ഞാൻ കണ്ടു. റിവാലുവേഷൻ എടുത്തിട്ടും കിട്ടിയില്ല. ട്യൂഷൻ സെന്ററിൽ ഇവൻ പഠിച്ച ട്യൂഷൻ സെന്ററിലൊക്കെ ഇപ്പോഴും പുതിയ കുട്ടികൾ വരുമ്പോ ഹനാനെ ഉദാഹരണമാക്കി പറയും. കാരണം അത്രയും ടോപ്പ് നിന്ന കുട്ടിക്ക് ഓവർ കോൺഫിഡൻസ് വേണ്ട. അങ്ങനെ ഒരു അനുഭവം ഫസ്റ്റ് 10th ക്ലാസ്സിൽ എത്തുന്ന കുട്ടികളോട് ഫസ്റ്റ് ക്ലാസ് എടുക്കുക. ഓവർ കോൺഫിഡൻസ് വേണ്ട. അങ്ങനെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് പറയാ. ഇഷ്ടമല്ലാത്ത സബ്ജക്ട് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഒരു ഉദാഹരണമായിട്ട് അവർ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മലയാള സെക്കൻഡിലല്ല എന്റെ ഭാവി. അതായത് ചില ആളുകൾക്ക് ചില സബ്ജക്റ്റുകളോട് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് May 8 റിസൾട്ട് വന്നത്, 13 നമ്മളിവിടെ കൊടുന്ന് ചേർത്തത്. അപ്പൊ ആ ടെൻഷനിലാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ടെൻഷൻ. ടോപ്പിൽ നിൽക്കുന്ന കുട്ടി 134 ഫുൾ A+ ആണ് കരുവാരക്കുണ്ട് സ്കൂളിൽ.
അന്നത്തെ അവിടുത്തെ ടോപ്പർക്ക് ഇല്ല. ഇത്തരത്തിലൊരു എക്സാമ്പിൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവനെ എക്സാമ്പിൾ പറയാനുള്ള കാരണം കേരള മെഡിക്കൽ എൻട്രൻസ് 2011 ഞാനും അവനൊക്കെ എഴുതുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് കേരള മെഡിക്കൽ എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് ആണ് അവൻ. പാണക്കാട് മറ്റത്തൂരുള്ളതാണ്, ഇർഫാൻ എന്നാണ് പേര്, എൻ്റെ സുഹൃത്താണ്. എയിംസിലാണ് പഠിച്ചത്. അവന് 10ാം ക്ലാസ്സിൽ 8 A+ ആണ്, 2 A+ നഷ്ടപ്പെട്ടു. ഞങ്ങൾ അന്നത്തെ സ്കൂളിൽ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അന്നത്തെ ടോപ്പറാണ് അവൻ. അതായത് എന്നെക്കാളും ടോപ്പറാണ്. എനിക്ക് അവനാണ് മെഡിക്കലിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. എന്നെക്കാളും മാർക്ക് സാധാരണ സ്ഥിരമായിട്ട് സ്കോർ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഫുൾ A+ ഉണ്ട്, പക്ഷെ അവൻ അന്ന് ഫുൾ A+ ഉണ്ട്. ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്ത്. നമുക്ക് എല്ലാവർക്കും നമ്മളെ കൺഫേം ആക്കി വെക്കുന്ന ഒരാളാണ് അവൻ. പക്ഷെ അതെ തീർച്ചയായും അത് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി അതൊന്നും അല്ല കൗണ്ട് ചെയ്യാന്നുള്ളത്. ഇത്തരത്തിലുള്ള ഫുൾ A+ന്റെ കൗണ്ടുകൾ ഇപ്പോൾ ഈ വർഷത്തെ റിസൾട്ടിൽ ഇപ്പൊ A+ന്റെ എണ്ണൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. നിങ്ങളെ ഇയറിലൊക്കെ നല്ല A+ എണ്ണം ഉണ്ടായിട്ടുണ്ടാവും. അന്നത്തെ സ്കൂളില് എത്ര 23 ഉള്ളത് ഒരു 20% ആയിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. എക്സാമിന്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നു സത്യം ആണ്. അതായത് അപ്പൊ അപ്പോഴേ നമുക്ക് വേർതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോ A+ന്റെ എണ്ണത്തിൽ വലിയ കാര്യമില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു വരുന്ന വിഷയം. ഹനാൻ ഏതായാലും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ പാരന്റ്സിനെ പ്രൗഡാക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം അങ്ങനെ ഒരു എന്തെങ്കിലും പ്ലാനുകൾ വെച്ചിട്ടുണ്ടോ ഹനാൻ? IIT മദ്രാസ് എന്നൊരു സ്വപ്നം കണ്ടിട്ടാണ് തുടങ്ങിയത്. മദ്രാസിൽ തന്നെ പോകണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. കാരണം അത് മാത്രാണ്. അത് കമ്പ്യൂട്ടർ പിന്നെ കമ്പ്യൂട്ടറിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അല്ല ഇവിടെ പഠിച്ചത് CS അല്ലല്ലോ, ബയോളജി അല്ലേ ആണ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യമുണ്ട്. മദ്രാസിൽ പോകണം എന്നുള്ള അങ്ങനെ ഒരു എയിം ഏതോ സമയത്താണ് അങ്ങനെ വന്നിട്ടുണ്ടാവുക? മദ്രാസ് അല്ലെങ്കിൽ IIT എന്നുള്ള ഒരു സാധനം വന്നത് ഞാന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് അത്ര അറിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് അതായത് നമ്മള് മാത്രമല്ല ഇത്ര ഇൻഫോർമേഷൻ കുറവുണ്ടാവുള്ളൂ. ബാക്കി നല്ല ഹോസ്റ്റലിന്റെ കൂടെ ഉള്ള ഇപ്പൊ ആദ്യത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതേപോലെ ഒരു ഗ്യാങ് ഉണ്ടോ ശരിക്കും നിങ്ങൾക്ക്? പ്രത്യേകിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേന് ഒരു കൺസിസ്റ്റന്റ് ഗ്യാങ് ആയി. എന്ന് വെച്ചാല് ഒരു ഫസ്റ്റ് JEE മെയിൻ കഴിഞ്ഞോടുകൂടി ബേസിക്കലി തിക്ക് ആയിട്ടുണ്ടാവും. ആരൊക്കെയാണ് അതിലുള്ളത്? ഞങ്ങള് പ്രത്യേകിച്ച് ജനിത്തില് ഞങ്ങളൊരു 10 ജയിക്കാരുണ്ടായിരുന്നു. അതില് ഞങ്ങള് പരസ്പരം അത്യാവശ്യം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയിരുന്നു. ചാലഞ്ച് ചെയ്യും അത് വേണം. അതായത് എന്താ പറയാ, ഇവിടെ നിന്നുള്ള മോട്ടിവേഷൻ തന്നെയാണ് അതിന് കാരണം. IIT എന്നുള്ളത് അതിന് മുന്നേ ഇവിടുന്ന് കിട്ടിയ മോട്ടിവേഷൻ അല്ല ഞാന് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ IIT കിട്ടിക്കഴിഞ്ഞാൽ മദ്രാസ് പോവാ എന്നുള്ളതിന് അപ്പുറമുള്ള ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് ഇപ്പൊ ബോംബെ ഡൽഹി ഒന്നും ഞാൻ ഓപ്ഷൻസിൽ പോലും കൊടുത്തിട്ടില്ല ആ സമയത്ത്. അപ്പോ അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന് മദ്രാസിൽ സ്റ്റുഡൻസ് ഉണ്ട്, ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഖരഗ്പൂർ ഉണ്ട്. കാൺപൂരാണ് ഇല്ലാത്തത്. ബാക്കിയുള്ള ടോപ്പ് IITസിൽ എല്ലായിടത്തും മദ്രാസിനുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഖരഗ്പൂരൊക്കെ ഇഷ്ടം പോലെ, അതായത് എല്ലാ വർഷവും നമുക്ക് റെപ്രസെന്റേഷൻ ഖരഗ്പൂർ IITയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ അതൊക്കെ ആലോചിക്കുക. അതേപോലെ തന്നെ നമ്മളെ മുന്നേ ഇവിടുന്ന് കഴിഞ്ഞു പോയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക. അതിനൊക്കെ അനുസരിച്ച് ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് തീർച്ചയായും അത് ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്റെ കൂടെ ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാണ്ട് പക്കും? കൂടുതലൊന്നുമില്ല, സന്തോഷം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ്. നല്ലൊരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റല് സൗകര്യങ്ങൾ, ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ, ഡിസിപ്ലിന്റെ കാര്യത്തിലാണ് വളരെ മികച്ചൊരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടെ 2 കൊല്ലം കഴിഞ്ഞ് ഇവിടെ നമ്മളിവരെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഹനാന് വളരെ മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ സാധിക്കട്ടെ. കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും, കരുവാരക്കുണ്ട് എന്ന് പറയുന്ന അവിടുന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ വരാറുണ്ട് കേട്ടോ. പല NEET ആയാലും JEE ആയാലും കരുവാരക്കുണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു നാടിനും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിലയിലേക്ക് ഹനാൻ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.